everyone, welcome back to my YouTube channel Realness Stories ജീഷ്മ. അപ്പോൾ ഓൾറെഡി ഞാൻ PNC മാക്കിനെ കുറിച്ചൊരു വീഡിയോ ഇന്നലെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഒരുപാട് കുട്ടികൾ ഡൗട്ട് ചോദിക്കുന്നു. അപ്പോൾ ഒരു ഡൗട്ട് ക്ലിയറൻസ് വീഡിയോ ആണ് ഇന്നിടുന്നത്. അപ്പോൾ PNC ഫസ്റ്റ് എല്ലാവർക്കും ഉണ്ടായിരുന്ന ഒരു ഡൗട്ട്, PNC മാക്കിൻ്റെ വെബ്സൈറ്റിലും ഗൂഗിളിലും ഓഗസ്റ്റ് 3 ഫൈനൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് നേരത്തെ അപ്ലോഡ് ചെയ്ത ഒരു ഡാറ്റയാണ്. പിന്നെ അത് ജൂലൈ 15 വരെയായിരുന്നു ആദ്യം അപ്ലിക്കേഷൻ ടൈം പറഞ്ഞിരുന്നത്. പിന്നെയാണ് ജൂലൈ 31 വരെ എക്സ്റ്റെൻഡ് ചെയ്തത്. അപ്പോൾ അത് നേരത്തെ അപ്ലോഡ് ചെയ്തൊരു ഡാറ്റയാണ്. പിന്നെ അതിൻ്റെ സ്റ്റെപ്പ് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഫസ്റ്റ് നമുക്കൊരു കറക്ഷൻ ലിസ്റ്റ് വരും. ഓൾറെഡി ഇപ്പോൾ കറക്ഷൻ ലിസ്റ്റ് വന്നല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ എഡിറ്റ് ചെയ്ത് കറക്ഷൻ കൊടുക്കാനുള്ളൊരു ടൈമാണ്. അപ്പോൾ ആദ്യം എഡിറ്റ് ചെയ്ത് കറക്ഷനൊക്കെ കൊടുത്ത് അതിനുശേഷം അവർ പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തതിന് ശേഷം അടുത്ത സ്റ്റെപ്പാണ് ഫൈനൽ റാങ്ക് ലിസ്റ്റ്. അപ്പോൾ പെട്ടെന്ന് തന്നെ വരില്ല, കുറച്ച് ടൈം എടുക്കും. അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചത് LBSന്റെ ലിസ്റ്റ് ആണോ, റാങ്ക് ലിസ്റ്റ് ആണോ, അതോ PNC മാക്കിന്റെ റാങ്ക് ലിസ്റ്റ് ആണോ ആദ്യം വരുന്നത്? അപ്പോൾ ലാസ്റ്റ് ഇയർ ഒക്കെ ആദ്യം വന്നത് LBSന്റെ റാങ്ക് ലിസ്റ്റ് ആയിരുന്നു. ആക്ച്വലി അതാണ് നല്ലതും. LBSന്റെ റാങ്ക് ലിസ്റ്റ് വന്നാൽ നിങ്ങൾക്ക് ഗവൺമെന്റിലൊക്കെ ആദ്യം കിട്ടുകയാണെങ്കിൽ, അങ്ങനെ ഇഷ്ടമുള്ളവർക്ക് ആദ്യം അങ്ങനെ കിട്ടുകയാണെങ്കിൽ അത് ഓപ്റ്റ് ചെയ്യാലോ. അപ്പം LBSന്റെ റാങ്ക് ലിസ്റ്റ് ഈ പ്രാവശ്യം ആദ്യം വരുമെന്ന് വിചാരിക്കുന്നു. പിന്നെ LBS റാങ്ക് ലിസ്റ്റിൽ ഫസ്റ്റ് പ്രൊവിഷണൽ ലിസ്റ്റ് വരുന്നത് ഓഗസ്റ്റ് 7 ഓഗസ്റ്റ് 7 വരെയാണ് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനുള്ള കറക്ഷൻ ചെയ്യാനുള്ള ടൈം തന്നിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് എക്സാമും ഇംപ്രൂവ്മെന്റ് എക്സാമും ഒക്കെ എഴുതിയ കുട്ടികൾക്ക് പുതിയ മാർക്ക് ലിസ്റ്റ് ഒക്കെ അപ്ലോഡ് ചെയ്യാനുള്ള ടൈമാണ്. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ ചെയ്യാം. അതിപ്പം PNC മാക്കിലായാലും നിങ്ങൾക്ക് അങ്ങനെ പെട്ടെന്ന് എഡിറ്റ് ചെയ്ത് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ കറക്ഷൻ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ എഡിറ്റ് ചെയ്ത് കറക്ഷൻ ചെയ്യാനുള്ള ഒരു ടൈമാണ്. ഒരുപാട് കമൻസ് വന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് PNC മാക്കിൽ റിസർവേഷനെ കുറിച്ച്. PNC മാക്കിൽ കാസ്റ്റിൻ്റെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ നോക്കിയപ്പം പറ്റുന്നില്ല. റിസർവേഷൻ എങ്ങനെയാണ് ലഭിക്കുക? OBCക്ക് ഇത്ര മാർക്കുണ്ടേ കിട്ടുമോ, SC/ST ഇത്ര മാർക്കുണ്ടേ കിട്ടുമോ എന്നുള്ളത് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പം PNC മാക്കിൽ റിസർവേഷൻ സീറ്റ് ലഭ്യമല്ല. വെയിറ്റേജ് ഉള്ളത് CBSE സ്റ്റുഡൻസിനും ICSE സ്റ്റുഡൻസിനും 400 മാർക്ക് വരുന്നത് കൊണ്ട് തന്നെ 5% വെയിറ്റേജ് ലഭിക്കും. അല്ലാതെ NRI സീറ്റ് 15% NRI സീറ്റായിട്ട് അങ്ങനെ തന്നെ അപ്ലൈ ചെയ്യുന്ന കുട്ടികൾക്ക് ലഭിക്കും. അല്ലാതെ റിസർവേഷൻ LBSൽ റിസർവേഷൻ സീറ്റ് ലഭിക്കുന്നത് പോലെ PNC മാക്കിൽ റിസർവേഷൻ നോക്കിയിട്ടുള്ള സീറ്റ് ലഭിക്കുന്നതല്ല. പിന്നെ റിസർവേഷൻ അനുസരിച്ച് ഗ്രാൻഡോ അല്ലെങ്കിൽ ഫീസ് ഇളവോ ഒന്നും PNC മാക്കിൽ ലഭ്യമല്ല. എല്ലാ സ്റ്റുഡൻസിനും ഒരേ ഫീസായിരിക്കും. അങ്ങനെയാണ് PNC മാക്കിൽ ഫീസിൻ്റെയും റിസർവേഷൻ്റെയും കാര്യം. അടുത്ത കുറേ ക്വസ്റ്റ്യൻസ് അവരുടെ മാർക്കിനെ കുറിച്ചാണ്. 400 മാർക്സ് എബവ് ഉള്ളവരൊക്കെ എനിക്ക് ഇത്ര മാർക്കുണ്ട്, ആ മാർക്കിന് നമുക്ക് സീറ്റ് ഫസ്റ്റ് തന്നെ കിട്ടുമോ, റാങ്ക് എത്ര വരെ സീറ്റ് കിട്ടും? അപ്പോൾ എനിക്ക് ആദ്യം പറയാനുള്ളത്, കഴിഞ്ഞ വർഷം PNC മാക്കിൽ 360 അറൗണ്ട് 360 മാർക്കുള്ള കുട്ടിക്കാണ് ലാസ്റ്റ് അഡ്മിഷൻ കിട്ടിയത്. അപ്പം ഈ പ്രാവശ്യവും സെയിം മാർക്ക് വരണം എന്നല്ല ഞാൻ പറഞ്ഞത്. അറൗണ്ട് ആ മാർക്കിനനുസരിച്ചുള്ള കുട്ടികൾക്കായിരിക്കും അഡ്മിഷൻ കിട്ടുക. നമുക്ക് ഏകദേശം പറയാണ്. പിന്നെ കുറേ പേര്, പിന്നെ ഒരു ഗുണമുള്ള എന്താണെന്ന് വെച്ചാൽ, കുറേ പേര് ആദ്യം LBS റാങ്ക് ലിസ്റ്റ് വരികയാണെങ്കിൽ കുറേ പേര് ആ LBS റാങ്ക് ലിസ്റ്റിലും ഉൾപ്പെട്ടവരായിരിക്കും. അതായത് സെയിം കാൻഡിഡേറ്റ് തന്നെ LBSലും CPASലും PNC മാക്കിലും ഒക്കെ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ആ കാൻഡിഡേറ്റിന് അങ്ങനെ ഫിൽട്ടർ ഔട്ട് ചെയ്ത് പോകുമ്പം മാർക്ക് കുറഞ്ഞ കുട്ടികൾക്ക് ഇതിൽ ചാൻസ് കൂടുതലായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു ചാൻസ് ഉണ്ട്. എന്തായാലും നോക്കാം. നമുക്ക് ഈ പ്രാവശ്യം റാങ്ക് ലിസ്റ്റ്, പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റ് വരുമ്പം അതിൽ നിങ്ങൾക്ക് ഏകദേശം അറിയാൻ പറ്റും നിങ്ങളുടെ റാങ്ക് എത്രയാണെന്നും അതിനനുസരിച്ച് നിങ്ങൾക്ക് ഏത് കോളേജിലാണ് ചാൻസ് ഉള്ളത് എന്നൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അടുത്തത് PNC മാക്കിൽ ഡൊണേഷൻ കൊടുക്കണോ, ഫീസ് എങ്ങനെയായിരിക്കും എന്നൊക്കെ. അപ്പോൾ ഓൾറെഡി ഞാനിത് ആദ്യം തന്നെ ഒരു PNC മാക്കിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിൽ ഇതിനെപ്പറ്റിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ ഫീസും പിന്നെ ഡൊണേഷൻ്റെ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡൊണേഷൻ ഇല്ല. ഗവൺമെൻറ് ഫിക്സ് ചെയ്തൊരു ഫിക്സ്ഡ് ആയിട്ടുള്ളൊരു
ഫീസാണ് നമ്മൾ കൊടുക്കേണ്ടത്. NRIക്ക് ഡിഫറെൻ്റ് ആണ്. നിങ്ങൾ നേരത്തെ ആ വീഡിയോ ഒന്ന് ജസ്റ്റ് കണ്ടു നോക്കിയാൽ നിങ്ങൾക്ക് ഫീസിനെ പറ്റി കറക്റ്റ് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഡൊണേഷൻ എന്തായാലും ഇല്ല. PNC മാക്കിലൂടെ കിട്ടുന്നത് എന്തുകൊണ്ട് നല്ലതാണ്. ഡയറക്റ്റ് നിങ്ങൾ ഒരു കോളേജിൽ അപ്ലൈ ചെയ്യുന്നതിനേക്കാളും നല്ലത് തന്നെയാണ്. ഡയറക്റ്റ് അപ്ലൈ ചെയ്യുമ്പം അവർക്ക് ഇഷ്ടമുള്ളത്ര ഡൊണേഷനൊക്കെ ചോദിക്കുന്നുണ്ട്. ഡൊണേഷൻ ഇല്ലീഗൽ ആണെങ്കിൽ പോലും ഡൊണേഷൻ നല്ലപോലെ ചോദിക്കുന്നുണ്ട്. അപ്പം PNC മാക്ക് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഭാഗ്യമായിരിക്കും. അടുത്തത് റിജക്ഷൻ ലിസ്റ്റ് ഓൾറെഡി വന്നു. റിജക്ഷൻ ലിസ്റ്റിൽ പേരില്ല. അതുകൊണ്ട് എന്തായാലും PNC മാക്കിൽ അഡ്മിഷൻ കിട്ടുമോ എന്നുള്ളതാണ്. റിജക്ഷൻ ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ആർക്കൊക്കെ ഓൾറെഡി ഇത് റിസീവ് ചെയ്യാതെ റിജക്ഷൻ ആയി പോയി എന്നുള്ള ഒരു ലിസ്റ്റ് മാത്രമാണ്. പക്ഷെ റിജക്ഷൻ ലിസ്റ്റിൽ പേര് വന്നില്ല എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾക്ക് അഡ്മിഷൻ ഉറപ്പിക്കാൻ പറ്റില്ല. ഇനി റാങ്ക് ലിസ്റ്റ് വന്ന് നിങ്ങളുടെ റാങ്ക് അനുസരിച്ച് മാത്രമേ അഡ്മിഷൻ ഉറപ്പിക്കാൻ പറ്റുള്ളൂ. അതായത് നിങ്ങളുടെ പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ തന്നെ അറിയാൻ പറ്റും നിങ്ങളുടെ റാങ്കിന് ഏത് കോളേജാണ് കിട്ടുക എന്നുള്ളത്. അപ്പം അങ്ങനെ മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഈ അപ്ലൈ ചെയ്ത എല്ലാവർക്കും അഡ്മിഷൻ കിട്ടാൻ പാടാണ്. റാങ്കിനനുസരിച്ച് കിട്ടും. ഓക്കെ, ഇപ്പോൾ എത്ര റാങ്ക് വരെയുള്ള കുട്ടികൾക്ക് അഡ്മിഷൻ കിട്ടും എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യത്തെ മാർക്കായിരിക്കില്ല ഈ പ്രാവശ്യത്തെ. ഓരോ കുട്ടികളുടെയും മാർക്ക് പിന്നെ അവർ ഫിൽട്ടർ ഔട്ട് ചെയ്ത് പോകുന്നത് എല്ലാം ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് റാങ്ക് ലിസ്റ്റിനനുസരിച്ച് വരിക. അപ്പം ചിലപ്പോൾ ആദ്യത്തെ ഫസ്റ്റ് കുറേ റാങ്കിലുള്ള കുട്ടികൾ LBSലും അവർ നല്ല റാങ്ക് ആയിരിക്കും ഉണ്ടാവുക. എന്താണെന്ന് വെച്ചാൽ അവർക്ക് നല്ല മാർക്ക് ഉള്ളത് കൊണ്ടാണല്ലോ PNC മാക്കിലും നല്ല റാങ്കിൽ വന്നത്. അപ്പോൾ ആ കുട്ടികളൊക്കെ മിക്കവാറും ഫിൽട്ടർ ഔട്ട് ചെയ്ത് LBSലൂടെ തന്നെ അഡ്മിഷൻ എടുക്കാൻ ചാൻസ് കൂടുതലാണ്. അപ്പം പുറകിലേക്കുള്ള കുട്ടികൾക്ക് ചാൻസ് ഉണ്ടാവും. അപ്പം അതുകൊണ്ട് നമുക്ക് ഇത്ര റാങ്ക് വരെ അഡ്മിഷൻ കിട്ടുമെന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. ഓക്കെ, CPASന്റെ അപ്ഡേറ്റ് കുറേ കുട്ടികൾ ചോദിക്കുന്നുണ്ടായിരുന്നു. CPASന്റെ റാങ്ക് ലിസ്റ്റ് ആയിട്ടില്ല. എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഉണ്ടെങ്കിൽ ഈ CPASന്റെയോ LBSന്റെയോ PNC മാക്കിൻ്റെയോ എല്ലാ അപ്ഡേറ്റ്സും ഞാൻ എൻ്റെ ചാനലിലൂടെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.